തൃശൂർ വിയൂർ ജയിലിന്റെ സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. ബാലമുരുകൻ ചാടിയ തെങ്കാശിയിലെ കടയെത്തി മലയിടുക്ക് വളഞ്ഞിരിക്കുകയാണ് പോലീസ് സംഘം. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഡ്രോൺ പരിശോധന അസാധ്യമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇന്നലെ മുതൽ ഈ പറയുന്ന പാറയിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബാലമുരുകൻ. ഇപ്പോഴും ഈ പാറയിടുക്കിനിടെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണോ? താഴെ തന്നെ ഉണ്ടെന്ന കാര്യം ഉറപ്പാണോ? പലതവണ പലയാവർത്തി സമാനമായി ജയിൽ ചാടി വൈദഗ്ധ്യമുള്ള ഒരു മോഷ്ടാവ് ക്രിമിനൽ കൂടിയാണ് ബാലമുരുകൻ. സുഹൈൽ, ഇത് സംബന്ധിച്ചുള്ള പരിശോധന അത് 40 മണിക്കൂർ പിന്നിടുകയാണ്. അതായത് ഈ തെങ്കാശിയിലെ കടയത്ത് മല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം വലവിരിച്ച് കാത്തിരിക്കുന്നത്. 40 പോലീസുകാരാണ് ഇപ്പോൾ ഈ മലയ്ക്ക് ചുറ്റും പലയിടങ്ങളിൽ ഈ ടെൻ്റടക്കം അടിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടിലേക്ക് എത്തിയ ബാലമുരുകനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മലമുകളിലേക്ക് ഓടിക്കയറിയത്. 1000 മീറ്റർ ഉയരത്തിലുള്ള ഒരു ചെങ്കുത്തായ മലയാണ്. ആ മലയിൽ ഒരു ദിവസം മുഴുവൻ തിരച്ചിൽ നടത്തുന്നു. ഇന്നലെ രാത്രിയോടുകൂടി 15 മീറ്റർ അരികിൽ ബാലമുരുകൻ അരികിലേക്ക് പോലീസിന് എത്താനായി. ആ സമയത്താണ് ഒരു കിടങ്ങിലേക്ക്, ഈ പാറയുടെ ഇടുക്കിലേക്ക് എടുത്തു ചാടുന്നത്. പിന്നീട് ബാലമുരുകനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ ഈ നൈറ്റ് വിഷൻ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴ ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് ഒരു തരത്തിലും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകന് പരിക്കേറ്റിട്ടുണ്ടാവും. പക്ഷേ ബാലമുരുകൻ ഒന്നുകിൽ പുറത്തേക്ക് വരണം, ഈ പാറയിടുക്കിൽ നിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ പോലീസിന് ആ മേഖലയിലേക്ക് എത്തണമെങ്കിൽ പോലും ഈ വെയിൽ നല്ലതുപോലെ വേണം. അതായത് വലിയ വഴുക്കലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് എത്തി ബാലമുരുകനെ പിടികൂടുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ മലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പോലീസ് നിലയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഊർജിതമായ തെരച്ചിലിലേക്ക് കടന്നിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ പിടികൂടുന്നതിനുള്ള ഒരു ദൗത്യത്തിലേക്ക് പോകാം എന്നുള്ളതാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.